പെരുന്നാളായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പായസം റെഡി. എസിൽ നേരത്തെ എണീറ്റ് ഒരുങ്ങി പോകുന്നത് ബിരിയാണി വാങ്ങാനാണ്. ഇപ്രാവശ്യം പക്കറ്റ് ബിരിയാണി വാങ്ങിക്കാണ് ചെയ്തത് സൽക്കാരയിൽ നിന്ന്. അങ്ങനെ കാറിൽ കയറി കാർ ഓൺ ചെയ്ത് ഡോർ അടപ്പിച്ച് പോവാൻ ടാറ്റയൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അവൾ. ഉമ്മമാന്റെ വക പെരുന്നാൾ പൈസയൊക്കെ വാങ്ങി എപ്പോൾ ക്യാഷ് കിട്ടിയാലും അത് ഉപ്പച്ചിയുടെ പോക്കറ്റിലിടാം. വേറെ ആരെങ്കിലും വാങ്ങിയാൽ പിന്നെ പ്രശ്നം ഗുരുതരമാവും. അങ്ങനെ പോയി വന്നു ബിരിയാണി കഴിച്ചു. പിന്നെ ഒരു ചെറിയ ഫോട്ടോഷൂട്ട്. ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ദേ വരുന്ന ഒരു സുന്ദരി പൂച്ച. പിന്നെ അതിന്റെ പിറകെയായി. അവൾ പറയുന്നതൊക്കെ പൂച്ച ചെയ്യണം. പൂച്ച പറയുന്നത് അവൾക്കും അവൾ പറയുന്നത് പൂച്ചക്കും മനസ്സിലാവാത്തതുകൊണ്ട് അവർ അടിച്ചു പിരിഞ്ഞു. അങ്ങനെ പിന്നെ ഈവനിങ് ആയി. എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പടക്കം കൂടി വാങ്ങി പോവാന്ന് കരുതി. അങ്ങനെ കോട്ടക്കിലെത്തി. പെരുന്നാളായ പടക്കമൊക്കെ നിർബന്ധം. പണ്ട് മുതലേ ഉള്ള ശീലമാണ്. അങ്ങനെ ചെന്നപ്പോഴോ കൊടുക്കത്തെ തിരക്ക്. അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ലാസ്റ്റ് കുറച്ച് സ്ഥലമൊക്കെ ഒപ്പിച്ച് ഞങ്ങളും വാങ്ങി കുറച്ച് സാധനങ്ങൾ. അങ്ങനെ വീടെത്തി. ഇനി കലാപരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം കുറച്ച് പൂത്തിരി. അതാണ് അതിൻ്റെ ഒരു ചടങ്ങ്. പിന്നെ ഓരോന്നോരോന്ന് പരിപാടിയായി തിരികൊളുത്തി. അതിനിടയിൽ ചീറ്റിപ്പോയ ചിലതുമുണ്ട്. എസിലിക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കണോ അതോ കരയണോ എന്ന അവസ്ഥയാണ്. അവസാനം കൗതുകത്തോടെ എല്ലാം നോക്കി നിന്ന് ഇനി അവൾക്ക് ഒറ്റക്കൊന്ന് വേണമെന്നായി. അങ്ങനെ ആ ആഗ്രഹം നടത്തി ഒച്ചയും ബളവും ലൈറ്റും ഒക്കെ തൽക്കാലം അവസാനിപ്പിച്ചു. ഈ 2 പടക്കം മാത്രമേ ബാക്കിയുള്ളൂ. അത് രാവിലത്തേക്ക് മാറ്റിവെച്ചു. രാവിലെ അതും പൊട്ടിച്ച് ഈ വർഷത്തെ ഈദിന് തൽക്കാലം വിടാം.